ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 9-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: കൺസ്യൂമർ കോൺഫിഡൻസ് ഫോർ ഇയർ അഹെഡ് ഇംപ്രൂവ്സ് ഫർദർ. RBI സർവേ. അപ്പോൾ ഒരു RBI സർവേ പ്രകാരം കൺസ്യൂമർ കോൺഫിഡൻസ് ഫോർ ഇയർ അഹെഡ് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. കൺസ്യൂമർ കോൺഫിഡൻസ് ഫോർ ദ ഇയർ അഹെഡ് ഹാസ് ഇംപ്രൂവ്ഡ് ഫർദർ ഓൺ ദ ബാക്ക് ഓഫ് ഹയർ ഓപ്റ്റിമിസം വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് ഇൻഡെക്സ് റൈസിംഗ് ബൈ 2.1 points to 125.2. the highest level since mid-2019, according to a Reserve Bank of India survey conducted in March 2024. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹോൾഡ്സ് ഫസ്റ്റ് ട്രൈ സർവീസ് കോൺഫറൻസ് പരിവർത്തൻ ചിന്തൻ. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഫസ്റ്റ് ട്രൈ സർവീസ് കോൺഫറൻസ് പരിവർത്തൻ ചിന്തൻ ഹോൾഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ഹെഡ്സ് ഓഫ് ഓൾ ട്രൈ സർവീസ് മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗാതേർഡ് ഇൻ ന്യൂഡൽഹി ഓൺ April 8th for the first ever tri service planning conference called the Parivartan Chintan. The conference takes place on the backdrop of the three services combining to set up integrated theatre commands containing elements of Army, Navy and Air Force. അപ്പോൾ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെ ഈ ട്രൈ സർവീസിൻ്റെ കോൺഫറൻസ് ആണ് ഈ പരിവർത്തൻ ചിന്തൻ. അത് നടന്നു April 8-ാം തീയതിയാണ് അത് നടന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ദ ചിന്തൻ വിൽ ബി ദ ഫസ്റ്റ് എവർ കോൺഫറൻസ് ഓഫ് ദ ഹെഡ്സ് ഓഫ് ട്രൈ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇറ്റ് വിൽ ബി ചെയർഡ് ബൈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണത് ചെയർ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സിഡ്ബി, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പാർട്ട്നേഴ്സ് ഫിൻടെക് പ്ലാറ്റ്ഫോം കർമ്മ ലൈഫ് ഫോർ മൈക്രോ ലോൺസ് ടു ഗിഗ് വർക്കേഴ്സ്. അപ്പോൾ ഗിഗ് വർക്കേഴ്സിന് മൈക്രോ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മ ലൈഫ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സിഡ്ബി ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഫിൻടെക് പ്ലാറ്റ്ഫോമായ കർമ്മ ലൈഫ് ആയിട്ട് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. സിഡ്ബി പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ഫിൻടെക് പ്ലാറ്റ്ഫോമായ കർമ്മ ലൈഫ് ആയിട്ട് മൈക്രോ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ, ഗിഗ് വർക്കേഴ്സിന് മൈക്രോ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർമ്മ ലൈഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഫിൻടെക് ഓണിയൻ ലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡ് to use the latter's technology platform Karma Life for a pilot to provide micro loans to gig workers. This is expected to support the gig workers' financial inclusion to the formal institutional credit. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്: RBI penalizes IDFC Bank, LIC Housing Finance for non-compliance. അപ്പോൾ RBI IDFC ബാങ്കിനെയും LIC ഹൗസിംഗ് ഫിനാൻസിനെയും നോൺ കോംപ്ലയൻസിൻ്റെ പേരിൽ പെനാൾട്ടി ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. RBI has imposed a penalty of 1 crore rupees on IDFC First Bank for non-compliance with certain directions on loans and advances, statutory and other restrictions. അപ്പോൾ അതിൻ്റെ പേരിലാണ് പെനാൾട്ടി ചുമത്തിയിരിക്കുന്നത്. ആരുടെ പേരിൽ? IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ പേരിൽ. പിന്നെ ദ സെൻട്രൽ ബാങ്ക് ഓൾസോ, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ മേൽ 49.7 ലക്ഷം രൂപയുടെ പെനാൾട്ടിയും ചുമത്തിയിട്ടുണ്ട്. അത് സെക്കൻഡ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 49.7 ലക്ഷം രൂപയുടെ പെനാൾട്ടിയാണ് LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളത്. ദ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഡിഡ് നോട്ട് കംപ്ലൈ വിത്ത് സർട്ടൻ പ്രൊവിഷൻസ് of fair practices code when it did not disclose the rate of interest and approach for a gradation of a risk and rationale
for charging different rate of interest to different categories of borrowers in loan application forms. അപ്പോൾ RBI ഇപ്പോൾ IDFC ബാങ്കിനും LIC ഹൗസിംഗ് ഫിനാൻസിനും പെനാൽറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 6th ഏപ്രിലാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്. അപ്പോൾ ഈ വർഷത്തെ തീമാണ് സ്പോർട്ട് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എ പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ്. അതാണ് ഈ വർഷത്തെ തീം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ 1994 ജെനോസൈഡ് അഗെയിൻസ്റ്റ് തുത്സി ഇൻ റുവാണ്ട. 7th ഏപ്രിലാണത് ഒബ്സർവ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ദ 1994 ജെനോസൈഡ് അഗെയിൻസ്റ്റ് തുത്സി ഇൻ റുവാണ്ട അതായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 7th ഏപ്രിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊല നടത്തിയതിൻ്റെ ഒരു ഇതാണ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. റുവാണ്ടയിലെ തുത്സിയിലാണ് അത് നടന്നത്. അപ്പോൾ 1994 അത് ഒബ്സർവ് ചെയ്യുന്നത് എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 7th ഏപ്രിലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതേപോലെ 2024 കൊമമറേഷൻ ഇതിൻ്റെ ഈ ഒബ്സർവ് ചെയ്യുന്നതോടുകൂടി അത് 30th ഇയർ ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 7th ഏപ്രിലാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. തീം ഫോർ എ വേൾഡ് ഹെൽത്ത് ഡേ 2024 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് അതിൻ്റെ തീം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. വിപ്രോ MD തിയറി ഡെലാപോർട്ടെ റിസൈൻസ്, ശ്രീനിവാസ് പാലിയ ടു സക്സീഡ് ആസ് CEO. അപ്പോൾ IT ജയൻ്റായ വിപ്രോ ഇപ്പോൾ അതിൻ്റെ MD ആയ തിയറി ഡെലാപോർട്ടെ റിസൈൻ ചെയ്തിരിക്കുകയാണ്. ശ്രീനിവാസ് പാലിയ ആയിരിക്കും അടുത്ത CEO. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CEO ആൻഡ് MD ആൻഡ് CEO ആയിട്ട് ഇനി ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നത് ശ്രീനിവാസ് പാലിയ ആയിരിക്കും. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ടു ജോയിൻ US ലെഡ് കാർബൺ മാർക്കറ്റ് പ്രൊജക്റ്റ് അണ്ടർ IPEF ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇന്ത്യ US ലെഡ് കാർബൺ മാർക്കറ്റ് പ്രൊജക്റ്റ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അണ്ടർ IPEF ഇനീഷ്യേറ്റീവിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 14 കൺട്രീസ്, അപ്പോൾ ബ്രിങ്ങിങ് ടുഗദർ 14 റീജിയണൽ പാർട്ട്നേഴ്സ്. ഇതിലിപ്പോൾ ടോട്ടലായിട്ട് 14 കൺട്രീസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ബ്രൂണൈ, ഫിജി, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ, മലേഷ്യ, ന്യൂസിലാൻഡ്, ദ ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, US ആൻഡ് വിയറ്റ്നാം. അപ്പോൾ ഇന്ത്യ ജോയിൻ ചെയ്യാൻ പോവുകയാണ് US ലെഡ് കാർബൺ മാർക്കറ്റ് പ്രൊജക്റ്റ് അണ്ടർ IPEF ഇനീഷ്യേറ്റീവ്. IPEF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക്, ദ വൺ ഓൺ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ്, ജസ്റ്റ് എ സെക്കൻഡ്, US ലെഡ് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്കാണത്. അത് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മിറാജ് സിത്താർ ടു കുച്ച് ബന്ധാനി GI tags across 600 in fiscal year 24. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 24 GI ടാക്സ് ടോട്ടലായിട്ട് 600 ക്രോസ് ചെയ്തിരിക്കുകയാണ്. മീറജ് സിത്താർ ടുക്കുച്ച് ബന്ധാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചാലേ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The total number of geographical indications registered in India has crossed the 600 mark in 2023-24, with as many as 63 GI registrations being issued by the Intellectual Property Office on a single day, March 30th, 2024. Of the 1,158 applications filed over the past 20 years, 635 are now GI registered. അപ്പോൾ GI രജിസ്റ്റേർഡ് ആയിട്ട് ടോട്ടൽ 635 ആണ് ഇപ്പോൾ GI രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ടോട്ടൽ ആപ്ലിക്കേഷൻസ് 1158 പോയിട്ടുണ്ടായിരുന്നു. അതിൽ 635 ഇപ്പോൾ GI രജിസ്റ്റേർഡ് ആയി. വിത്ത് ദിസ് UP ഹാസ് നൗ ഓവർടേക്കൺ തമിഴ്നാടു ആസ് ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് GI ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്റ്റേർഡ്. അറ്റ് 69 ആണ് ഇപ്പോൾ UP ഉത്തർപ്രദേശിൽ ടോട്ടൽ GI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത്. തമിഴ്നാടുവിൽ ടോട്ടൽ 58 ആണുള്ളത്. തമിഴ്നാടിനെ ഓവർടേക്ക് ചെയ്തു ഇപ്പോൾ UP. Out of 63 GIs issued on March 30th, 2024 by the IP office Assam, registered the highest number of GIs during 2024 at 19.
അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത്. പിന്നെ ഫോളോഡ് ബൈ UP ആൻഡ് മഹാരാഷ്ട്ര വിത്ത് 16 ഈച്ച്, ഗുജറാത്ത് വിത്ത് 5, മേഘാലയ വിത്ത് 4 ആൻഡ് ത്രിപുര വിത്ത് 2. ആ ദിവസത്തെയാണ് പറയുന്നത്, 30th മാർച്ചിലത്തെ. The Sitars and Tanpuras of Miraj, a small town in Maharashtra's Sangli district known for its craftsmanship in making musical instruments, have been awarded the coveted geographical indication tags. അപ്പോൾ മീറജിനും ഇപ്പോൾ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ക്യാൻസൽസ് 4 NBFC സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ RBI ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ 4 NBFCസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The Reserve Bank of India on April 5 said it has cancelled the certificate of registration of 4 non-banking finance companies. These NBFCs are Kandals Motors Finance Private Limited, Nitya Finance Limited, Bhatia Hire Purchase Private Limited and Jeevan Jyoti Deposits and Advances Limited. ഈ NBFCസിൻ്റെ 4 NBFCസിൻ്റെ പേരാണ് ഇപ്പോൾ വായിച്ചത്. കണ്ടിൽസ് മോട്ടോർ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിത്യ ഫിനാൻസ് ലിമിറ്റഡ്, ഭാട്ടിയ ഹയർ പർച്ചേസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതേപോലെ ജീവൻ ജ്യോതി ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് ലിമിറ്റഡ്. പിന്നെ ഇൻ എ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ദ സെൻട്രൽ ബാങ്ക് സെഡ് 5 NBFCs ഹാവ് സറണ്ടേർഡ് ദെയർ ലൈസൻസസ് ഡ്യൂ ടു എക്സിറ്റ് ഫ്രം NBFC ബിസിനസ്. അപ്പോൾ NBFC ബിസിനസ്സിനെ എക്സിറ്റ് ചെയ്തതിന് 5 NBFCs ആണ് ലൈസൻസസ് സറണ്ടർ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ RBI ആണ് ഇത് അറിയിച്ചത്. ദീസ് NBFCs ആർ, അപ്പോൾ ഈ NBFCs 5 NBFCs ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് ഓപ്പർച്യൂണിറ്റി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ഇൻവെൽ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, മോഹൻ ഫിനാൻസ് ലിമിറ്റഡ്, സരസ്വതി പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ആൻഡ് ക്വിക്കർ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ 5 NBFCs സറണ്ടർ ചെയ്തത്. അപ്പോൾ 4 NBFCs സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു RBI, അത് നമ്മൾ ആദ്യം വായിച്ചു. അതേപോലെ ഇപ്പോൾ നമ്മൾ 5 NBFCs ഇവർ സറണ്ടർ ചെയ്തു ലൈസൻസ്. NBFC ബിസിനസ് നിന്ന് പുറത്തായി നിന്നതിൻ്റെ പേരിൽ ലൈസൻസ് സ്വയം സറണ്ടർ ചെയ്തത് കൊണ്ട് ആ 5 കമ്പനികളുടെ പേരും ഇപ്പോൾ വായിച്ചു, NBFCസിൻ്റെ പേരും വായിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. യൂണിയൻ ബാങ്ക് റൈസസ് 4,200 crore rupees ഫ്രം DIFC ടു ഫണ്ട് ഓവർസീസ് ബിസിനസ് ഗ്രോത്ത്. അപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് പറഞ്ഞത്. അവർ $500 million റേസ് ചെയ്തിരിക്കുന്നത്, അതായത് എബൌട്ട് 4,200 കോടി രൂപ. അതെന്തിന് ഫോറിൻ മാർക്കറ്റ്സിൽ നിന്നും റേസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫണ്ട് ഓവർസീസ് ബിസിനസ് ഗ്രോത്ത്, ഓവർസീസിലുള്ള ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണത് ഫണ്ട് ചെയ്തിട്ടുള്ളത്. ദ ഫണ്ട് വാസ് അറേഞ്ച്ഡ് ബൈ ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ, ദുബായ് ബ്രാഞ്ചാണ് ഇത് അറേഞ്ച് ചെയ്തത്. ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ, ദുബായ് ബ്രാഞ്ച്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സെഡിനെ റെഗുലേറ്ററി ഫയലിംഗിലാണ് ഇത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചത്. എ സിൻഡിക്കേറ്റഡ് ടേം ലോൺ ഓഫ് $500 million വുഡ് ബി ഡ്രോൺ ഇൻ 2 tranches വിത്ത് എ ടെന്യൂർ ഓഫ് 3 years and 5 years. അപ്പോൾ ഒരു സിൻഡിക്കേറ്റഡ് ടേം ലോൺ ഓഫ് $500 million ആയിരിക്കും ഇതിൽ യൂണിയൻ ബാങ്ക് ഡ്രോ ചെയ്യാൻ പോകുന്നത്. അത് 2 ഗഡുക്കളായിട്ടായിരിക്കും. 3 കൊല്ലത്തേക്ക് ഒരു ടെന്യൂർ, അതേപോലെ 5 കൊല്ലത്തേക്കായിരിക്കും മറ്റേ ടെന്യൂർ. അപ്പോൾ ടോട്ടൽ 4,200 കോടി രൂപയാണ് റേസ് ചെയ്തിട്ടുള്ളത്, അതായത് $500 million. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. അതിന് മുമ്പ് ഇന്ന് തന്നെ ഞാൻ ലൈവ് ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ വല്ല ന്യൂസും മിസ്സായിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഞാൻ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലൈവ് സെഷൻ കാണാനും വിട്ടുപോകരുത്. ഡെയിലി ഞാൻ ലൈവായിട്ട് വരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായിരിക്കും ലൈവിൽ ഞാൻ വരുന്നത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്, അത് റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. സോ നമുക്ക് അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ എവരി വൺ.